Hi guys, welcome back to my channel. ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ആ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇന്ന് ഞാൻ കുറച്ച് എൻ്റെ കംഫർട്ട് സോണിൽ കുറച്ച് വിട്ടിട്ട് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനത്തെ ലുക്സ് പ്രിഫർ ചെയ്യാറില്ല, പക്ഷെ ക്രിസ്മസ് ഒക്കെ അല്ലേ ഭയങ്കര കളർഫുള്ളായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണൂ, എന്നിട്ട് ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്ത് എന്നുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മേക്കപ്പ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ചുണ്ട് ഓൾറെഡി മോയ്സ്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഖാദി നാച്ചുറലിൻ്റെ ഗ്രേപ്പ് ലിപ് ബാം ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ചുണ്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുഖം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ ലൈറ്റ് ഡേ ലോഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ലാവൻഡർ നീരോളിയൊക്കെ ഉണ്ട്, പിന്നെ ചെറുതായിട്ട് കുറച്ച് SPF ഉണ്ട്, SPF 15 വരെ ഉണ്ട്. പോരാ, പക്ഷെ എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസറാണ്. കുറച്ച് ഹൈ എൻഡ് ആണ് ഇതും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ലാവൻഡർ മണം വരുന്ന മോയ്സ്ചറൈസർ. അപ്പം ഇത് ഞാൻ കുറച്ച് SPF 15 അല്ല, ഇത് SPF 25 ആണ് കേട്ടോ. അപ്പം ഇത് ഞാൻ കുറച്ച് മുഖത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കഴുത്തിലേക്കും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ട് മസാജ് ചെയ്തിട്ട് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മാറ്റ് പ്രൈമർ യൂസ് ചെയ്യാണ്. അപ്പം കുറച്ച് നേരം മുഖത്ത് നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യും. ആ പോഴ്സൊക്കെ ഒന്ന് ഫിൽ ചെയ്തിട്ടും വരും. ഇത് മാറ്റാണ്, കാരണം എൻ്റെ സ്കിൻ നല്ല ഓയിലിയാണ്. ഇപ്പോൾ തണുപ്പുള്ള സമയത്ത് നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആവുകയാണെങ്കിൽ ജെല്ലി ബേസ്ഡ് പ്രൈമറൊക്കെ കിട്ടും, അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പ്രൈമറിൻ്റെ മാറ്റ് പ്രൈമർ കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മുഖത്തേക്ക്. അപ്പോൾ പോഴ്സിൻ്റെ അവിടെ മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് വർക്ക് ചെയ്യാൻ നല്ല സ്മൂത്ത് ഫേസ് കിട്ടും. ഓക്കെ, അപ്പം പ്രൈമറും അപ്ലൈ ചെയ്തു. ഇന്ന് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ മുഖം കളർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കിവിടെ കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒന്ന് കളർ കറക്റ്റ് ചെയ്തിട്ട് മാറ്റാൻ പോകണം. വേണമെങ്കിൽ നമുക്ക് അണ്ടർ ഐ സർക്കിൾസ് എനിക്ക് അത്ര ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് കളർ കറക്റ്റ് ചെയ്തുകൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്കും കൂടെ മനസ്സിലാവും എങ്ങനെയാണ് കളർ കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഡാർക്ക് പാച്ചസ് ഒക്കെയാണ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെയാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമ്മുടെ സ്കിൻ കളറായിട്ട് മാച്ച് ചെയ്ത് വരും. അപ്പം ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് K ബ്യൂട്ടിയുടെ ഓറഞ്ച് കറക്റ്ററാണ്. അത് വെച്ചിട്ട് ഞാനത് കണ്ടോ ഇങ്ങനെ പെൻസിൽ ടൈപ്പാണ്, പെട്ടെന്ന് അപ്ലൈ ചെയ്യാനും. ഒരുപാട് ഓറഞ്ച് ഷെയ്ഡല്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ലിപ്സ്റ്റിക് ആണെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഓറഞ്ച് ഐ ഷാഡോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാം. അല്ല ഇങ്ങനെ കളർ കറക്റ്ററായിട്ട് തന്നെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും, അപ്പോൾ അതും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എന്നിട്ട് ഞാനിത് കൈ കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. ഇനി ഞാൻ ഫൗണ്ടേഷൻ ഇടാൻ പോവാണ്. ബാക്കി ഏകദേശം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബിലൈൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് വന്നിട്ട് വാം ന്യൂഡാണ്, 128. ഓക്കെ, അപ്പം ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് മുഖത്ത് മുഴുവൻ സ്പ്രെഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് ഒരു ബ്രഷുണ്ട്, ഫൗണ്ടേഷൻ ബ്രഷുണ്ട്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ബ്രഷുണ്ട്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫൗണ്ടേഷനൊക്കെ നന്നായി ബ്ലെൻഡ് ചെയ്തു. കണ്ടോ, നമ്മുടെ ഓറഞ്ച് കറക്റ്റർ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കൺസീലറും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ ഇൻഫാലിബിൾ ഫുൾ വെയർ കൺസീലറാണ്. ഇപ്പം എൻ്റെ ഷെയ്ഡ് വന്നിട്ട് എൻ്റെ ഷെയ്ഡ് ഇത് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ആൽമണ്ട് ആണ്. അപ്പം എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ് ഇത്. അപ്പം ഇത് ഞാൻ കണ്ണിൻ്റെ താഴെ ഈ ചുണ്ടിൻ്റെ സൈഡിൽ ബ്ലാക്ക് സ്പോട്ട്സ്
കുരുകുന്ന പാടൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഒരു കുഞ്ഞ് ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് അതും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, ഇത് റിയൽ ടെക്നിക്സിൻ്റെ ബ്രഷാണ്, ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇത് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കണ്ണിൻ്റെ മേലേക്കും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ ഐയും കണ്ണും നമുക്ക് നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്ന് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ പൗഡറാണ്, ലൂസ് പൗഡറാണ്, സെറ്റിംഗ് പൗഡറാണ്. ഇത് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഒലീവാണ് കേട്ടോ എൻ്റെ ഷെയ്ഡ്. അപ്പം ഇത് ഞാനൊരു ബ്രഷുണ്ട്, ഇതും റിയൽ ടെക്നിക്സിൻ്റെ പൗഡർ ബ്രഷാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് കൺസീലർ എവിടെയൊക്കെ അപ്ലൈ ചെയ്തു അവിടേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇങ്ങനെയാണ് ഉള്ളിൽ കണ്ടോ, ചെറിയൊരു നെറ്റുണ്ട്, വരെ കൂടി ഈസി ആയിട്ട് വരും, എക്സസ് ഒന്നും വരില്ല. ഓക്കെ, അപ്പം ഒന്ന് ക്രീസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണിൻ്റെ അവിടേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്, ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുഖം ഒന്ന് കോണ്ടോർ ചെയ്ത് കൂടെ എടുക്കാം. അപ്പോൾ അതിനും ഞാൻ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ കോണ്ടോർ സ്റ്റിക്കാണ്. ഇത് ഏറ്റവും ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ, ഡാർക്ക് കൊക്കോ അങ്ങനെ എന്തോ ആണ് ഷെയ്ഡിൻ്റെ പേര്. അപ്പം ഇതാണ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് കുറേ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നല്ലൊരു ഷെയ്ഡാണ് ഇത്. ഇത് വെച്ചിട്ട് ഞാനൊന്ന് മുഖം ഒന്ന് കോണ്ടോർ ചെയ്യണം. ആദ്യം ഇത് പെട്ടെന്ന് തന്നെ സെറ്റാവും, അതുകൊണ്ട് ആദ്യം വരയ്ക്കുക, ഒന്ന് ബ്രഷ് ചെയ്ത് സ്മജ് ചെയ്ത ശേഷം മാത്രം അടുത്ത ഭാഗത്തേക്ക് വരച്ചാൽ മതി. ഓക്കെ, അപ്പം ഇത് റിയൽ ടെക്നിക്സിൻ്റെ തന്നെ കോണ്ടോർ ബ്രഷാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കോണ്ടോറിൻ്റെയും ഫൗണ്ടേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഉറപ്പായിട്ടും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാസം ക്രിസ്മസ് റെസിപ്പീസായിട്ട് പോവും, മേക്കപ്പ് വീഡിയോയും ക്രിസ്മസ് റെസിപ്പീസായിട്ടൊക്കെ പോവും. അപ്പം നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, ഞാനിടാം. ഇവിടെ ഈ രണ്ട് സൈഡ്, താടിയുടെ ഇവിടെ, മൂക്കിൻ്റെ രണ്ട് സൈഡ്, നെറ്റി, ഇത്രയും ഭാഗത്ത് ഞാനൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം ഒന്ന് ചെയ്ത ശേഷം കാണിച്ചിടാം കേട്ടോ. ഇപ്പോൾ കോണ്ടോറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ബേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പ്രേ ചെയ്യുകയാണ്. ഇത് മേക്കപ്പ് സ്പ്രേ ആയിട്ടും യൂസ് ചെയ്യാം, അല്ലാതെ ഫേസ് സ്പ്രേ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇത് ഇനീസ്ഫ്രീയുടെ ഗ്രീൻ ടീ മിസ്റ്റാണ്. ഇത് ഞാൻ ആ മുഖത്തേക്ക് മുഴുവൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ, എല്ലാം ഒന്ന് ഒന്നിച്ചിട്ടിരിക്കാനും എല്ലാം ഒന്ന് ബ്ലെൻഡായിട്ട് വരാനും എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ എക്സസ് ഒന്ന് ഞാൻ ഈ ബ്രഷ് കൊണ്ട് പെട്ടെന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കണം ആക്ച്വലി. അപ്പോൾ നമുക്ക് അത്ര സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു ബ്രഷ് കൊണ്ട് എല്ലാം ഒന്ന് ഒപ്പിയെടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഐ ഷാഡോ, ഐബ്രോ ഒക്കെയാണ്. അപ്പം ഞാനവിടെ കാബ്രൗണ്ട് ബെനഫിറ്റിൻ്റെ കാബ്രോ ജെൽ എടുത്തിട്ട് പിരുകം ഒന്ന് ഷേപ്പ് ചെയ്തിട്ടും വരഞ്ഞും കൊടുക്കുകയാണ്. ഞാൻ പിരുകം ഒന്ന് സ്വന്തമായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഓൾറെഡി എൻ്റെ പിരുകം ഈ ഒരു പിരുകം ഒരു ഷേപ്പിലും ഈ ഒരു പിരുകം വേറൊരു ഷേപ്പിലുമാണ് ഷേപ്പ് ചെയ്ത് വന്നപ്പോഴും അത് അതേപോലെ തന്നെയായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ യൂസ് ചെയ്യുന്ന നമ്പർ 6 ആണ്. ഞാൻ കുറേ മാസങ്ങളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് കുറച്ച് ഹൈ എൻഡ് പ്രൊഡക്റ്റാണ്, പക്ഷേ അടിപൊളി പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ബ്രഷ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇനി ഒരു ബ്രഷ് ഉണ്ടോ ഒന്ന് ബ്രഷ് ചെയ്തും കൂടെ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഹാർഷ് ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. ഓക്കെ, ഇനി നമുക്ക് ഐ ഷാഡോയിലോട്ട് പോവാം. അപ്പം ഞാൻ ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് കളർഫുൾ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ സോഫിക്സ് എന്നുള്ള പാലറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബ്ലഷ് ഹൈലൈറ്റർ ഒക്കെ മേക്കപ്പ് റെവല്യൂഷൻ്റെ ആണ്. ഹൈലൈറ്റർ സോഫിക്സിൻ്റെ തന്നെ വേറൊരു പാലറ്റാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഐ ഷാഡോ ചെയ്ത ശേഷം കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ എടുക്കുന്ന ഷെയ്ഡ് വന്നിട്ട് ഇതാണ്, പീച്ചസ് എന്നുള്ള ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഒരു ബ്രഷുണ്ട്, ഒന്നെടുത്ത് എക്സസ് ഒന്ന് തട്ടിക്കളിയാം. എന്നിട്ട് നമ്മുടെ ക്രീസിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീസിലേക്കുള്ള കളർ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ചുകൂടി ഡീപ്പർ കളറിലേക്ക് പോവുകയാണ്. ഈ ഒരു കളറാണ് ഞാൻ ഇനി എടുക്കാൻ പോകുന്നത്. ഇത് പംകിൻ എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഈ ഒരു ഷെയ്ഡ് കണ്ടോ, ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണ്. അതേ ബ്രഷ് വെച്ചിട്ട് തന്നെ
കണ്ണിൻ്റെ ഔട്ടർ കോണിലേക്ക് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്തും കൊടുക്കുകയാണ്. മേലേക്കും ഒന്നുകൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഒരു കണ്ട ഇതുപോലെ വരണം. ഇനി ഇവിടേക്ക് കണ്ണിൻ്റെ നടുവിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേ പാലറ്റിൻ്റെ ഫെസ്റ്റീവ് ഫ്ലെയിം പറഞ്ഞിട്ടൊരു ഈ ഒരു പാലറ്റ്, ഈ ഒരു കളറ് ഇതാണ് ഞാൻ കണ്ണിൻ്റെ നടുവിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ബ്രഷ് യൂസ് ചെയ്യാം. ഞാൻ എല്ലാം ഒരേ ബ്രഷിൽ തന്നെ ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. അപ്പം അതേ ബ്രഷുണ്ട് ഒന്ന് എടുത്തു, തട്ടിക്കളഞ്ഞു. എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കണം. എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാനും ഒന്ന് പ്ലേസ് ചെയ്തിട്ടും നോക്കണം. കണ്ടോ? ഇനി നമ്മൾ മേലേക്ക് എന്തൊക്കെ അപ്ലൈ ചെയ്തു അതെല്ലാം താഴത്തെ ലീറ്റിലേക്കും അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം എന്നാലേ ഒരേപോലെ വരുള്ളൂ. ഇല്ലെങ്കിൽ കണ്ണിന് മേലെ ഒരു കളറായിരിക്കും, താഴെ ഒരു കളറായിരിക്കും. അപ്പോൾ രണ്ട് ഭാഗത്തും ഐ ഷാഡോ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിവിടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ തന്നെ ബ്ലഷ് പാലറ്റ് എടുക്കുകയാണ്. ഇത് ഷുഗർ ആൻഡ് സ്പൈസ് എന്നുള്ള ഒരു പാലറ്റാണ്. കണ്ടോ? അപ്പം നമുക്കൊരു പിങ്കി ഷെയ്ഡ് എടുക്കാം. ഈ ഒരു ഷെയ്ഡ് എടുക്കാം നമുക്ക്. അതോ ഇത് വേണം? ഇതെടുക്കാം അല്ലേ? ഈ ഒരു പിങ്കി ഷെയ്ഡ് എടുക്കാം. ഓക്കെ, കുറച്ച് ഡാർക്ക് പിങ്കാണത്. ഇത് വെച്ചിട്ട് നമുക്ക് അപ്പം ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും. ഞാൻ പറഞ്ഞിരുന്നു നല്ലൊരു പാർട്ടി ക്രിസ്മസി കൈൻഡ് ഓഫ് മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് തോന്നും. ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. ഓക്കെ, ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഹൈലൈറ്റ് പാലറ്റാണ്. ഇതും സോഫെക്സിൻ്റെ ഹൈലൈറ്റർ പാലറ്റാണ്. ഇതിലും അടിപൊളി ഷെയ്ഡ്സ് ഉണ്ട്. ഇതിലും ഞാൻ ഒരു പിങ്ക് വേണോ ലാവൻഡർ വേണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് പിങ്ക് ഷെയ്ഡ്, ഇതാണ് ലാവൻഡർ ഷെയ്ഡ്. നമുക്ക് ഇന്ന് ലാവൻഡർ ഷെയ്ഡിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഒരു ബ്രഷുണ്ട്. കണ്ടോ? നല്ല അടിപൊളി ഹൈലൈറ്ററാണ്. എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് കുറച്ച് മാറിയിരിക്കുകയാണ്. അപ്പം ലുക്ക് കണ്ട് പേടിക്കേണ്ട. നമുക്ക് ഐലാഷസൊക്കെ എന്താണ് മസ്കാരയൊക്കെ ഇട്ട് വരുമ്പോഴേക്കും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് മേക്കപ്പ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി വീണ്ടും ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഒന്ന് മേക്കപ്പ് സ്പ്രേ അടിച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് ഹൈലൈറ്റർ ഒന്ന് സെറ്റിലായി. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ മസ്കാര അപ്ലൈ ചെയ്യാം കണ്ണിൽ. അതിനുശേഷം ബാക്കി നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ മാഗ്നറ്റ് ഐസ് എന്നുള്ള മസ്കാരയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫാൾസ് ഐലാഷസ് ഒന്നും വെക്കുന്നില്ല. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്മാഷ് ബോക്സിൻ്റെ ബോസെ എന്നുള്ള ഷെയ്ഡാണ്. നല്ല റെഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പം അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞു. കംപ്ലീറ്റഡ് ലുക്കായി. ഇനി ഞാനൊന്ന് കമ്മലൊക്കെ ഒന്നിട്ട് മുടിയൊക്കെ ഒന്ന് ചീവിയിട്ട് കാണിച്ചു തരാം കംപ്ലീറ്റഡ് ലുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു വേണ്ട എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഞാനൊന്ന് കമ്മലൊക്കെ ഇട്ടിട്ടെ. ഫൈനൽ ലുക്ക് ഞാൻ കുറച്ച് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത്ര കളർഫുൾ ലുക്ക് ഞാൻ സാധാരണ ചെയ്യാറില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇനി കാണണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.